1498 വാസ്കോ ഡി ഗാമ ഇന്ത്യയിൽ കോഴിക്കോട് വന്നിറങ്ങി. 1534 ഗോവ ഒരു മെത്രാൻ്റെ കീഴിലായി. 1542 വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ ഇന്ത്യയിൽ ഗോവയിലെത്തി. 1597 അവസാനത്തെ വിദേശ സുറിയാനി മെത്രാപ്പോലീത്ത മാർ അബ്രാഹിമിൻ്റെ മരണം. 1599 ജൂൺ 20 ഉദയംപേരൂർ വെച്ച് സെൻറ് തോമസ് ക്രിസ്ത്യാനികൾ തിരുസിംഹാസൻ്റെ പരമാധികാരം ഏറ്റുപറയുന്നു. 1601 ഫ്രാൻസിസ് റോസ് എസ് ജെ സുറിയാനിക്കാരുടെ ആദ്യ ലത്തീൻ മെത്രാനായിത്തീരുന്നു. 1653 ഗാർസിയ എസ് ജെ മെത്രാപ്പോലീത്തായുടെ കാലത്ത് കൊച്ചിയിൽ വെച്ച് കൂനംകുരിശ് സത്യം. 1782 കരിയാറ്റിൽ മാർ ഔസേപ്പ് കൊടുങ്ങല്ലൂർ മെത്രാപ്പോലീത്തയായി തിരഞ്ഞെടുക്കപ്പെട്ടു. 1818 CMS മിഷണറിമാർ കേരളത്തിൽ. 1866 പുത്തൻപള്ളി സെമിനാരിയുടെ ആരംഭം. 1886 ലിയോ 13 ഇന്ത്യയുടെ ലത്തീൻ ഹൈറാർക്കി സ്ഥാപിച്ചു. 1896 തൃശ്ശൂർ, എറണാകുളം, ചങ്ങനാശ്ശേരി വികാരിയത്തുകളുടെ സ്ഥാപനം. 1923 പിയൂസ് 11 മലയാളി സുറിയാനി ഹൈറാർക്കി സ്ഥാപിച്ചു. 1930 യാക്കോബായ സഭയിൽ നിന്ന് മാർ ലൂയിസ് മെത്രാപ്പൊലീത്തായുടെയും മാർ തെയോഫിലിസിൻ്റെയും പുനരൈക്യം. 1932 മലങ്കര സുറിയാനി ഹൈറാർക്കി സ്ഥാപനം. 1944 CBCIയുടെ സ്ഥാപനം. കർത്താവേ അനുഗ്രഹിക്കണമേ, സഭയെ ആശീർവദിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശു മിശിഹായെ സ്തുതിയായിരിക്കട്ടെ.